Watch full episodes on Jio Hotstar. ഇതാണ് ഫുർഫുറി നഗറിലെ ബോക്സർ. എന്റെ ഒരൊറ്റടി കൊണ്ടില്ല, അതിനോടകം പുള്ളി മയങ്ങിപ്പോയി കളഞ്ഞ്. അടുത്ത പ്രാവശ്യം മാച്ച് വെക്കണമെങ്കിൽ എനിക്ക് ഒപ്പം നിൽക്കാൻ കൽപ്പുള്ളവരെ ആരെങ്കിലും കൊണ്ടുപോവാ. ബോക്സർ ചേട്ടാ എഴുന്നേൽക്ക് ബോക്സർ ചേട്ടാ. നിങ്ങൾ ഇനിയും ഒരുപാട് ട്രെയിനിങ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് കമൽപൂരിലെ ബോക്സറിനെ ഒരു പാഠം പഠിപ്പിക്കണം. അതെ ബോക്സർ ഏട്ടാ, ഫുർഫുറി നഗരത്തിന്റെ മാനത്തെ തിരിച്ചു കൊണ്ടുവരൂ. ഞാൻ അവനെ എങ്ങനെ നേരിടാനാ? അവൻ ഒരൊറ്റ പഞ്ച് കൊണ്ട് തന്നെ എന്നെ നിലം പരിശാക്കിയില്ലേ. എന്റെ എല്ലാ കോൺഫിഡൻസും അവൻ ഇല്ലാതാക്കി കളഞ്ഞു. എന്തെങ്കിലും ചെയ്യൂ. ബോക്സർ ചേട്ടന്റെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ കേൾക്ക് ബോക്സറേട്ടാ, നിങ്ങൾ മാസ്റ്റർ ചിങ്പിങ്ങിന്റെ അടുത്തേക്ക് പോകൂ. അദ്ദേഹം ബോക്സിംഗിന്റെ ചാമ്പ്യൻ ആണ്. ചാമ്പ്യൻ. ചോർന്നു പോയ വീര്യത്തെ തിരിച്ചെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടത്രേ. അദ്ദേഹം ഫുർഫുറി നഗറിന് പുറത്ത് ആ മലയ്ക്ക് മുകളിലാണത്രേ താമസിക്കുന്നത്. ചിങ്പിങ് ചാമ്പ്യൻ? അതെ ബോക്സറേട്ടാ, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഒരു മാസ്റ്റർ ഞാൻ ഇതുവരെ കണ്ടിട്ട് തന്നെയാ. പതുക്കെ നടക്കൂ. എന്റെ മോട്ടു ഓവർ ആക്ടിംഗ് ഒന്ന് നിർത്ത്. ബോക്സറേട്ടൻ വരുന്നുണ്ട്. ഓ സോറി മാസ്റ്റർ, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾക്ക് നമസ്കാരം. നിങ്ങളെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫുർഫുറി നഗറിന്റെ ബോക്സറാണ്. ബോക്സർ ചേട്ടൻ. ഇയാളെ ഒരു ബോക്സിംഗ് മാച്ചിൽ മറ്റൊരു ബോക്സർ ചേട്ടൻ ഒരേ പഞ്ചിൽ നോക്കൌട്ട് ചെയ്തു. അപ്പോൾ തൊട്ട് ആളുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോയി. ഞങ്ങൾക്ക് ആളുടെ കോൺഫിഡൻസ് വീണ്ടും കൊണ്ടുവരാൻ നിങ്ങളുടെ ഉപകാരം വേണം മാസ്റ്റർ. അതെ ബോക്സറെ. ഓ സോറി ബോക്സർ ചേട്ടാ, ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കോൺഫിഡൻസ് തിരികെ കൊണ്ടുവരും. എനിക്ക് കോൺഫിഡൻസ് തിരിച്ചു കിട്ടുമോ? നിങ്ങൾ സത്യമാണോ പറയുന്നത് മാസ്റ്റർ ജി? വിശ്വാസം വരുന്നില്ലെങ്കിലേ അദ്ദേഹത്തിനൊരു പഞ്ച് കൊടുത്ത് നോക്കുന്നേ. അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു അടി പോലും അദ്ദേഹം അനങ്ങില്ല. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ആവശ്യമുണ്ടെന്നേ. ബോക്സറേട്ടാ, നിങ്ങളൊരു സാമ്പിൾ കൂടി പൊട്ടിക്കൂ. ശരി, നിങ്ങൾ പറയുന്നെങ്കിൽ ഒന്ന് നോക്കിക്കളയാം. ബോക്സർ, ഒറ്റ തവണ താൻ അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്റെ ഒരു ചെറിയ പഞ്ച് പോലും ഇവർക്ക് താങ്ങാൻ പറ്റില്ലേ. ഇവരാണ് എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഞാനിതാ പോകുക. ഗസിറ്റാരാം, ഇന്ന് നീ ഒരു ഫയൽവാനായി മാറി ബോക്സറേട്ടന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. പൊളിച്ചർത്തല്ല, നിങ്ങളെല്ലാരും ചേർന്ന് എന്നെ തല്ല് കൊള്ളിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ പോവുകയാണോ? നീ പേടിക്കല്ലേ. ഞാൻ നിനക്ക് സൂപ്പർ ആയിട്ടുള്ള ബോഡി സൂട്ട് തരാ. അതിനെ നീ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആര് എത്ര പഞ്ച് ചെയ്താലും നിനക്കത് ഒട്ടും വേദനിക്കില്ല. ചിങ്പിൻ, നിങ്ങൾ രണ്ടാളും ഞാൻ വെല്ലുവിളിക്കാൻ പോകുന്നു. ഫുർഫുറി നഗരം വിട്ട് നിങ്ങൾ പോയിക്കൊള്ളണം. അല്ലെങ്കിൽ നിങ്ങളെ രണ്ടാളെയും ഡോബി തുണി അലക്കുന്നത് പോലെ ഞാനിട്ട് നിങ്ങളൊരു അലക്കുണ്ടാ. പറഞ്ഞത് മനസ്സിലായല്ലോ? ബോക്സറെ, ആ അഹങ്കാരിയെ ശരിക്കൊരു പാഠം പഠിപ്പിക്കൂ. അവൻ ഞങ്ങളെ കളിയാക്കുകയാണ്. ഇയാളെന്നെ തല്ലുന്നോ?
ആളെ കണ്ടു കഴിഞ്ഞാ അതിനുള്ള ബലമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേട്ടാ. ബോക്സറെ മുന്നോട്ട് വരൂ, എന്നിട്ട് കൈ ഉയർത്തി ഒന്ന് കൊടുത്തേക്കൂ. ഇപ്പൊ കാണിച്ചു തരാം മാസ്റ്റർ ജി. മമ്മി രക്ഷിക്കണേ, വിടില്ലേ, ഞാൻ നിങ്ങളാരും ഞാൻ വെറുതെ വിടില്ല. ലക്കി ബോക്സർ, താനാ ബയൽവാന് നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ പഴയ കോൺഫിഡൻസ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രം മതി. അതേതൊരു ഫയൽവാനാ, ബോക്സർ ഒന്നും അല്ല. ഞാൻ ബോക്സറാ. ഞങ്ങളുടെ ബോക്സിംഗ് സ്റ്റൈൽ തന്നെ ഡിഫറന്റാ. അവൻ ബോക്സർ ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. ഞാൻ പോകട്ടെ മാസ്റ്റർ ജി. മാസ്റ്ററുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുഴുവൻ വീര്യവും ചോർന്നിരിക്കുകയാണ്. ചേട്ടാ കസിറ്റാറാം, എന്റെ ചങ്ക എന്റെ ബ്രോ, നീ എന്തിനാ ഓടി വന്നത്? അതെ മമ്മി, നിങ്ങൾ എല്ലാരും ചേർന്ന് എന്റെ ശരീരത്തെ രക്ഷിച്ചു. പക്ഷെ എന്റെ മൃദുലമായ മുഖത്തിനെ കുറിച്ച് ഓർത്തു. ആരെങ്കിലും അതിനെ കുറിച്ച് ചിന്തിച്ചോ? സീതാറാമേ, സുഹൃത്തുക്കളെ സഹായിക്കുമ്പോൾ ചില ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. എന്നിട്ടും നിങ്ങൾ കണ്ടില്ലേ, ബോക്സറേട്ടന് അവരുടെ കോൺഫിഡൻസ് ലെവലിൽ യാതൊരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ദേ നോക്കിയേ, എന്റെ ചങ്ക എന്റെ ബ്രോ, എന്റെ അടുത്ത് മറ്റൊരു സൂട്ടും കൂടി ഉണ്ട്. മമ്മി പൊളിച്ചെടുത്തല്ലോ. ഇനിയൊരു പുതിയ സൂട്ട് ഇടാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലേട്ടാ. ചേട്ടാ എന്റെ ചങ്കേ എന്റെ ബ്രോ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇതാണ് ഓട്ടോമാറ്റിക് ബോക്സ് സൂട്ട്. അതിനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബോക്സിംഗ് ചെയ്യാൻ തുടങ്ങും. അതെ, അടിപൊളിയായിട്ട്. എന്റെ അമ്മോ, ഫുർഫുറി നഗരത്തിന്റെ അഭിമാന പ്രശ്നമാണെങ്കിൽ ആ സൂട്ട് ഞാൻ ഇട്ടോളാം. പക്ഷെ എന്റെ മുഖത്തിന് എന്ത് സംഭവിക്കും മമ്മി? ചിങ്കം സാർ, എന്റെ ചങ്കേ എന്റെ ബ്രോ, നിങ്ങളൊന്നും വിഷമിക്കണ്ട. നിങ്ങളുടെ ഫേസിനെ രക്ഷിക്കാൻ വേണ്ടി എന്റെ അടുത്ത് ഒരു ആന്റി പഞ്ചിങ് ക്രീം ഉണ്ട്. കണ്ടോ, ഈ ക്രീമിനെ ഇട്ടതിന് ശേഷം നിങ്ങളുടെ ദേഹത്ത് കൊള്ളുന്ന ഒരു പഞ്ചും നിങ്ങൾക്ക് ഏൽക്കില്ല. നിൽക്കൂ, ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക എന്റെ ബ്രോ, ചിങ്കം സാറിന്റെ കയ്യിൽ ഒരു പഞ്ച് ചെയ്യ. തല്ലിക്കോ. ചിങ്കം സാർ, എന്തെങ്കിലും ആയോ? പുറത്ത് ഭയങ്കര വെയിലാണല്ലോ. ഞാൻ എന്തായാലും കുറച്ച് സൺസ്ക്രീൻ ഇടട്ടെ. കലക്കി. പഞ്ച് 1 2 3. എന്റെ അമ്മോ. ബോക്സർ, ഞങ്ങളാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചത്. ഇദ്ദേഹവും ഒരു ബോക്സറാണ്. നിങ്ങളുടെ മത്സരം തുടങ്ങാൻ പോവുകയാണ്. അടുത്തേക്ക് വരൂ, അടുത്തേക്ക് വരൂ. ഞങ്ങൾ ഞങ്ങളുടെ ശിഷ്യരായ നിങ്ങൾക്ക് അനുഗ്രഹം തന്നിരിക്കുന്നു. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ കോൺഫിഡൻസ് തിരിച്ചു വന്നേക്കും, അത് ഉറപ്പാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ മത്സരത്തിന് റെഡി ആയിരിക്കും. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? എന്റെ അമ്മോ, എന്റെ അമ്മോ, ഇത് ശരിക്കും പ്രവർത്തിക്കുന്നില്ല. എന്താ ചെയ്യാ? ബോക്സർ, നിങ്ങൾക്ക് ഇന്ന് ഇത്രയും ട്രെയിനിങ് മതിയാകും. കണ്ടില്ലേ, ആ ബോക്സർ ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞു. ഓക്കേ, നിങ്ങൾ പറയുന്നത് പോലെ മാസ്റ്റർ ജി. എന്തായാലും ഈ ബോക്സറെ അടിച്ചതോടുകൂടി എന്റെ കൈ ആകെ ഫ്രീ ആയി. ഈ ബോക്സിംഗ് ചെയ്തതോടെ ഒരു സുഖം കിട്ടി. അയാളുടെ മൂവ്സ് വളരെ നന്നായിരുന്നു. നോക്കൂ, നിന്റെ ശക്തിയൊക്കെ ഇപ്പോഴും നിന്നിൽ തന്നെയുണ്ട്. പക്ഷേ നിന്റെ കോൺഫിഡൻസ്, അതാണ് ഡാമേജ് ആയിരിക്കുന്നത്. ഇപ്പോൾ നിന്റെ കോൺഫിഡൻസ് തിരിച്ചു വന്നിരിക്കുന്നു. താങ്ക് യു മാസ്റ്റർ ജി. നിങ്ങൾ കാരണം എനിക്ക് പഴയ കോൺഫിഡൻസ് തിരിച്ചു കിട്ടി. ബോക്സർ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പോയിട്ട് മറ്റൊരു ബോക്സറുമായുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുത്തോളൂ. പോയിക്കോളൂ. എനിക്ക് തോന്നുന്നു അന്നത്തെ ഇടി കൊണ്ടിട്ടും മതിയായില്ലെന്ന് പിന്നെ തല്ലുകൊള്ളാനായിട്ട് വന്നിരിക്കുക അല്ലേ?
എനിക്കെന്താ? വാ വാ. ബോക്സർ ചേട്ടാ, ഇപ്രാവശ്യം നിങ്ങൾ തോൽക്കാൻ പാടില്ല. നിങ്ങളുടെ ശക്തി എന്താണെന്ന് അവൻ കാണണം. ആ ബോക്സറിനെ ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കാൻ നോക്കൂ. മടിക്കണ്ട. അടിപൊളി. Come on, ബോക്സർ ചേട്ടാ, അടിപൊളി. താങ്ക് യു ഓൾ. ആരെങ്കിലും ഇവനെ ഒന്ന് എണീപ്പിക്ക്. എന്നെ ഇവൻ കുറെ നാണം കടിച്ചതല്ലേ. എനിക്ക് ഇവനെ വീണ്ടും ഇടിക്കണം. എണീക്കാൻ. എനിക്ക് തന്നെ ഇടിച്ചിട്ട് മതിയായില്ലെന്ന്. ഒരു പഞ്ചിൽ തന്നെ നീ താഴെ പോയല്ലോ. എഴുന്നേറ്റ് വേഗം ബോക്സിംഗ് ചെയ്യ. The winner is Mr. Watch India's largest kids library only on Jio Hotstar. Download the app now.